സൗകര്യ വികസന മേഖലയിൽ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഒരു 9 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നു ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാത്ത് ലാബ് ഉണ്ടാവുക. നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടായാൽ അത് നമ്മുടെ ഒരു ജില്ലാ ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണാൻ, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാൻ കഴിയുക, അവിടെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുക, അത് 9 വർഷം മുമ്പ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചുമതല ഏറ്റെടുത്ത് 9 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഇനി വയനാടും കാസർഗോഡും ഉൾപ്പെടെ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള സഹോദരങ്ങൾ താമസിക്കുന്ന കാസർഗോഡ് ഉൾപ്പെടെ വയനാട് ഒരു ശക്തമായ മഴ പെയ്താൽ നമുക്ക് ഒറ്റപ്പെടുന്ന വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കാത്ത് ലാബ് സാധ്യമായിട്ടുണ്ട്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ സാധ്യമായി. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ 40-45 ലക്ഷം രൂപയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സ്വകാര്യ മേഖലയിലാകുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട CM ചോദിച്ചു എന്തുകൊണ്ട് നമുക്കിത് സർക്കാർ തലത്തിൽ ചെയ്തുകൂടാ? അപ്പൊ നിൽപ്പിൽ 45 ലക്ഷം രൂപ അല്ല 50 ലക്ഷം രൂപ എടുക്കാനുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മളൊരു ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നത്, നമ്മുടെ കിടപ്പാടം ഉൾപ്പെടെ വിറ്റ് പോയാലും നമുക്ക് കിട്ടില്ല. അവിടെയാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ 2022 നമ്മൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് ആരംഭിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ സൗജന്യമായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്നു. കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോവുകയാണ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ. നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി. എന്താണ് അതിന്റെ അർത്ഥം? കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തണമെങ്കിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതിയാകും. അതുപോലെ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കിഫ്ബിയിലൂടെ ആരോഗ്യ മേഖലയിൽ മാത്രം നടപ്പിലാക്കിയത്. ഇപ്പൊ തൊട്ടടുത്ത് ഈ 9ാം വാർഷികത്തിൽ 100 ദിന പരിപാടിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടേറെ ആശുപത്രി, പാറശാല മുതൽ അങ്ങ് ചിറ്റൂര് വരെ ഉള്ള വിവിധ നിയോജക മണ്ഡലം, ഫറൂഖുണ്ട്, പാറശാലയുണ്ട്, അതുപോലെ വിവിധ താലൂക്ക് ആശുപത്രികൾ കിഫ്ബിയിലൂടെ 100 കണക്കിന് കോടി രൂപയുടെ കെട്ടിടം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട CM ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൊച്ചിൻ ക്യാൻസർ സെന്റർ അത് 140-ലധികം കോടി രൂപ സിവിൽ വർക്കിന് മാത്രം, പിന്നെയും ഒരു 100 കോടി രൂപ, അങ്ങനെ ഏതാണ്ട് 250 കോടിയിലധികം രൂപ ചെലവഴിച്ച് ഏറ്റവും മികച്ച ക്യാൻസർ സെന്റർ, റോബോട്ടിക് സർജറി മലബാർ ക്യാൻസർ സെന്ററിലും RCCയിലും ഉൾപ്പെടെ സാധ്യമായി. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ സാധ്യമാക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒരു മാധ്യമത്തിലും കാണില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊന്നും. ഇപ്പൊ ചോദിക്കാണ്, കേരളത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തുന്നു എന്ന് എത്ര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്? മുഖ്യധാര മാധ്യമങ്ങൾ? ഒരു മുഖ്യധാര മാധ്യമവും പറഞ്ഞിട്ടില്ല. അപ്പോ അതുപോലെ കാത്ത് ലാബ്, ഇപ്പോ ഞാൻ ഇന്നലെ കണ്ണൂർ എക്സ്പോയിൽ പങ്കെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് കണ്ണൂരിൽ നമ്മൾ 2024 ഏപ്രിൽ മുതൽ ഇതുവരെയുള്ള കണക്കെടുത്താൽ 643 ഏപ്രിൽ മുതലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. 2024 നമ്മൾ നോക്കിയാൽ 643 ഇന്റർവെൻഷൻസ് നടന്നിട്ടുണ്ട്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ളവ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായി, അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ല. അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 1,600 കോടി രൂപയാണ്.